ഇത് ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ പല അഭിപ്രായം ആളുകൾ പറയും. ഇപ്പോൾ അന്ന് 12,000 പേരെ ക്വാറന്റൈൻ ചെയ്തു, ആ പ്രദേശം മുഴുവൻ അടച്ചു കെട്ടി, അങ്ങനെയൊക്കെ നോക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധ്യതയുണ്ട്. ഈ ചങ്ങരോത്ത് ആദ്യത്തെ ഈ നിപ കേസൊക്കെ വന്നപ്പോൾ. പക്ഷേ അതൊക്കെ അങ്ങനെ മതി, ഇതിൻ്റെ വ്യാപനശേഷിയുള്ളൂ എന്നൊക്കെ എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇത് ആദ്യം വരുമ്പോഴോ രണ്ടാമത് വരുമ്പോഴോ പോലുമല്ലോ. രണ്ടാം വർഷം ഇത് ആവർത്തിക്കുമെന്നും നമുക്കറിയില്ല. കാരണം എന്താ, ലോകത്ത് പലയിടങ്ങളിലും ഒരിക്കൽ വന്നിട്ട് പിന്നീട് ഇതെങ്ങനെ അങ്ങ് വരാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പല കാരണങ്ങളാണ് നമുക്ക് ഇത്തരത്തിൽ നിപ്പയുടെ വ്യാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത്. നിപ്പയേക്കാൾ കൂടുതൽ രോഗങ്ങൾ ബാധിച്ച് മറ്റാളുകൾ ഇവിടെ മരിക്കുന്നുമുണ്ട്. അതാണല്ലോ സാഹചര്യം. ഇപ്പോൾ H1N1 ആണെങ്കിലും ഒക്കെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമായി തന്നെ, ഡെങ്കു ആണെങ്കിലും ഒക്കെ ആളുകൾ മരിക്കുന്ന എണ്ണക്കണക്ക് നോക്കിയാൽ മരിക്കുന്ന രോഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ ആ ഗൗരവത്തിൽ തന്നെ കാണണം. പക്ഷേ നിപ്പയെ തിരിച്ചു വരാനുള്ള സാധ്യത ആളുകൾക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഗൗരവത്തിൽ കാണണം. അപ്പോൾ ആ കരുതൽ കൊണ്ടാണ് നിപ്പയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഏറ്റവും ശക്തമായ നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ, ആ സമയത്ത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ ജോലി ചെയ്യുകയാണ്. ഈ ചങ്ങരോത്തിന് അടുത്തുള്ള പ്രദേശത്ത്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ്. സ്വാഭാവികമായും വലിയ നിയന്ത്രണങ്ങളാണ് ആ സമയത്ത് അവിടെ മുഴുവനുള്ളത്. ഏതാണ്ട് ബന്ധു സമാനമായി, റോഡിലെങ്കിലും കോവിഡിന് സമാനമായ ഒരു സാഹചര്യം ആ പ്രദേശത്ത് ആ സമയത്ത് നിലനിന്നിരുന്നു. കാരണം അത്രയ്ക്ക് ഭീതിതമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. കാരണം ബാധിക്കുന്നവർ മുഴുവൻ മരിച്ചു പോവുകയാണല്ലോ. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോലും, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് നിൽക്കുമ്പോൾ ഈ ആളുകൾ വന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ആളുകളും മാസ്ക് വെച്ച്, കോവിഡിന് മുമ്പുള്ള ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ മാസ്ക് വെച്ച് നിൽക്കുമ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിറങ്ങുന്ന ആളുകൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ വന്നിറങ്ങുന്ന ആളുകൾ നോക്കുമ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നു. അവരാകെ അങ്കലാപ്പിലാകുന്നു. ഒരു വല്ലാത്ത ഭീതിതമായ അവസ്ഥ. ആ അവസ്ഥ ഇപ്പോഴില്ല. അത്രയും ആളുകളെ ഭയപ്പെടുത്തേണ്ടതുമില്ല. അതിനെ നിയന്ത്രിക്കാൻ കേരളം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിന് വളരെ കൃത്യമായ ഏകോപനം ആ സമയത്ത് സാധ്യമായിരുന്നു. അത് അംഗീകരിക്കാതിരിക്കാൻ തരമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? മന്ത്രിക്കും കളക്ടർക്കും രണ്ട് നിലപാടാണ് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പൂനെയിൽ നിന്ന് റിസൾട്ട് വന്നു എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് രണ്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാധ്യമങ്ങളെ അടക്കം കൊണ്ടുചെന്ന് നിർത്തുന്ന തരത്തിലാണ് മന്ത്രി ഒന്ന് പറയുന്നു, കളക്ടർ ഒന്ന് പറയുന്നു എന്നുള്ളത്. റിസൾട്ട് വന്നു എന്ന് കളക്ടറും വന്നില്ല എന്ന് മന്ത്രിയും പറയുന്ന ഏതാണ്ട് അടുത്തടുത്താണല്ലോ ഇവരുടെ വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് അതാണ് അവസ്ഥ. ഔദ്യോഗികമായി ഇതിനെ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമുക്ക് വിശ്വാസ്യമായത് കളക്ടർ പറയുന്നതാണ്. കാരണം അത് അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതുകൊണ്ട്. രോഗാവസ്ഥ എന്താണ്, ഗുരുതരാവസ്ഥയാണ് എന്നുള്ളത് കളക്ടർ പറയുന്നുണ്ട്. ഇവിടെ വെന്റിലേറ്ററിലാണ് എന്നുള്ളത് കളക്ടർ അറിയിക്കുന്നുണ്ട് നമ്മളെ. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ കാര്യത്തിൽ കുറേ കൂടി ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട്. കൃത്യമായ വിവരം ആളുകൾ അറിയേണ്ടതുണ്ട്. കാരണം എത്രയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പറഞ്ഞാലും ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന രോഗമാണ് നിപ. കാരണം ഇത് ബാധിച്ചെന്ന് തിരിച്ചറിയാതെ എങ്ങാനും മരിച്ചു പോകുമോ എന്നുള്ള ആശങ്ക പോലും ഉണ്ട്. അങ്ങനത്തെ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇത് തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുള്ള ഒരു രോഗത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു ഏകോപനത്തോടെയുള്ള ഒരു പ്രതികരണം വരേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.